വെൽക്കം ടു സ്റ്റഡി ബോർഡ്. അപ്പോൾ നമ്മുടെ ബി ആറിൻ്റെ ക്ലാസ്സുകൾ നമ്മൾ കുറച്ച് ഒന്ന് ഡിലേ വന്നിട്ടുണ്ടായിരുന്നു. കാര്യം നമ്മൾ 14ാമത്തെ ചാപ്റ്റർ വരെ 16 or 15, അപ്പോൾ ചാപ്റ്റർ നമ്പർ ഇതിൽ 15 തുടങ്ങുന്നത്. അപ്പോൾ നമുക്ക് ഇനി ഒരു 5 ചാപ്റ്ററും കൂടി ശരിക്കും ബി ആറിൽ എടുക്കാണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ അതിൽ നമുക്ക് കോൺട്രാക്റ്റ് ഓഫ് ഇൻഡെമിനിറ്റി ആൻഡ് കോൺട്രാക്റ്റ് ഓഫ് ഗ്യാരണ്ടി എന്ന് പറയുന്ന 2 ചാപ്റ്റേഴ്സ്. അപ്പോൾ ആ 2 ചാപ്റ്റേഴ്സ് ആ 2 പോർഷൻ വരുന്ന ഒരു ചാപ്റ്റർ ആയിരുന്നു സ്പെഷ്യൽ കോൺട്രാക്ട്സ്. അതുവരെയായിരുന്നു ലാസ്റ്റ് എടുത്തിട്ടുണ്ടായിരുന്നത്. ഇനി നമുക്ക് നോക്കാനുള്ളത് കോൺട്രാക്റ്റ് ഓഫ് ബെയിൽമെൻ്റ് ആണ്. ഓക്കെ, കോൺട്രാക്റ്റ് ഓഫ് ബെയിൽമെൻറ്റ്, കോൺട്രാക്റ്റ് ഓഫ് പ്ലെഡ്ജ് എന്നുള്ള ചാപ്റ്ററാണ്. അപ്പോൾ ബെയിൽമെൻറ്റ് എന്താണെന്ന് വെച്ചാൽ ഇവിടെ കൊടുത്തത് ശ്രദ്ധിക്കാം. അക്കോർഡിംഗ് ടു സെക്ഷൻ 148 പ്രകാരം ഓഫ് ദ ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട്, ബെയിൽമെൻറ്റ് ഇസ് ദ ഡെലിവറി ഓഫ് ഗുഡ്സ്. അപ്പോൾ ബെയിൽമെൻറ്റ് എന്ന് വെച്ചാൽ ഡെലിവറി ഓഫ് ഗുഡ്സ് ഉണ്ട് അതിൽ, ബൈ വൺ പേഴ്സൺ ടു അനദർ. അപ്പോൾ ഒരു വ്യക്തിയിൽ നിന്ന് മറ്റൊരു വ്യക്തിയിലേക്ക് എന്താണ് ഗുഡ്സ് നമ്മൾ കൊടുക്കണം. ഗുഡ്സ് മീൻസ് സാധനങ്ങൾ, ചരക്കുകൾ എന്തെങ്കിലും നമ്മൾ അങ്ങോട്ടേക്ക് കൊടുക്കുക എന്നുള്ളതാണ്. ഓക്കെ, ഫോർ സം പേർപ്പസ്, ചില കാര്യങ്ങൾക്ക് വേണ്ടി. അപ്പോൾ എ കോൺട്രാക്ട് ദാറ്റ് ദേ ഷാൽ വെൻ ദ പേർപ്പസ് ഈസ് അക്കംപ്ലിഷ്ഡ് ബി റിട്ടേൺഡ് ഓർ അതർവൈസ് ഡിസ്പോസ്ഡ് അക്കോർഡിംഗ് ടു ദ ഡയറക്ഷൻ. അപ്പോൾ ഒരു സമയത്തേക്ക് നമ്മൾ ഒരു സാധനങ്ങൾ നമ്മൾ കൊടുത്തു വെക്കുക, അതൊരു സമയം കഴിയുമ്പോൾ എന്താണ് അത് തിരിച്ച് കിട്ടും, റിട്ടേൺ ചെയ്യും. അല്ലെങ്കിൽ ചിലപ്പോൾ അതെന്താണ് അയാളുടെ കൈവശം നിന്ന് അത് ഡിസ്പോസ് ചെയ്യണം, വേറെ ആർക്കും കൊടുക്കുക അല്ലെങ്കിൽ നശിപ്പിച്ച് കളയുക, അങ്ങനെ എന്തെങ്കിലും ഒരു ടേം. അപ്പോൾ വിൽക്കുന്നതല്ല, ഇത് എന്താണ് ഒരു സാധനം ഒരു മറ്റൊരാൾക്ക് വിൽക്കുന്നതല്ല, കുറച്ച് കാലത്തേക്ക് സൂക്ഷിക്കാനായിട്ട് കൊടുക്കുന്ന ഒരു കോൺട്രാക്റ്റാണ് ശരിക്കും ഈ പറയുന്ന കോൺട്രാക്ട് ഓഫ് ബെയിൽമെൻറ്റ്. അപ്പോൾ കുറച്ച് കാലം കഴിഞ്ഞാൽ റിട്ടേൺ തരിക അല്ലെങ്കിൽ ഡിസ്പോസ് ചെയ്യാം, മറ്റാർക്കും കൊടുക്കുക, അങ്ങനത്തെ ആണ്. അപ്പോൾ സെക്ഷൻ 148 എന്ത് വരുന്നത്, അതിൽ ബെയിലർ ആൻഡ് ബെയിലി ഉണ്ട്. ഓക്കെ, ബെയിലർ എന്ന് വെച്ചാൽ ആരാണ്, ഇത് ഗുഡ്സ് കൊടുക്കുന്ന ആളാണ്. ബെയിലിയാണ് എന്ത്, ബെയിലിയാണ് BAILEE, ബെയിലർ BAILOR. ബെയിലറാണ് ഈ ഗുഡ്സ് കൊടുക്കുന്ന ആൾ, ബെയിലിയാണ് ഇത് സൂക്ഷിച്ച് വെക്കുന്ന ആൾ എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ അതൊന്ന് നോക്കാം. സോ ഈ ബെയിൽമെൻറ്റ് കോൺട്രാക്റ്റിൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. ഒന്ന്, ഡെലിവറി ഓഫ് ഗുഡ്സ് അതിൽ നടക്കുമെന്നുള്ളതാണ്. ഗുഡ്സിൻ്റെ ഡെലിവറി നടക്കുന്നുള്ളതാണ്. ഒരു സ്പെസിഫിക് പർപ്പസിന് വേണ്ടിയിട്ടായിരിക്കും ഇതുണ്ടാവുക, ഒരു പെർട്ടിക്കുലർ കാര്യത്തിൽ. ചിലപ്പോൾ ഈ ബെയിൽമെൻറ്റ് എന്താണ്, ചിലപ്പോൾ നമ്മളൊരു കടം വാങ്ങിയിട്ട് അതിനായിരിക്കും ആ സാധനം കൊടുക്കുക. ഇപ്പോൾ ഒരു ഗോൾഡ് ലോൺ ഒരു കൈൻഡ് ഓഫ് ബെയിൽമെൻ്റ് അല്ലേ, നമ്മൾ ലോൺ എടുക്കുന്നു, അത് കഴിഞ്ഞിട്ട് ആ സമയത്ത് നമ്മൾ എന്ത് ചെയ്യുന്നു, വി ആർ ഡെലിവറിങ് ദ ഗുഡ്സ് വിച്ച് ഇസ് ഗോൾഡ് ടു ദ ബാങ്ക്. ആ ബാങ്കിന് ഗുഡ്സ് നമ്മൾ ഡെലിവറി ചെയ്യുന്നു, അത് കഴിഞ്ഞാൽ ബാങ്ക് അത് സൂക്ഷിക്കുന്നു. ആസ് വി എന്താണ് പേ ബാക്ക്, നമ്മളെന്താണ് ആ ലോണ് എന്താണ് ഫുൾ പേയ്മെൻറ്റ് നടത്തുന്ന നേരത്തെ, അപ്പോൾ എന്താണ് വി ക്യാൻ ഗെറ്റ് ബാക്ക് ദ ഗോൾഡ്, അല്ലെങ്കിൽ നമ്മൾ ആ ഗോൾഡ് തിരിച്ചെടുക്കുന്നു. അപ്പോൾ ഒരു സ്പെസിഫിക് പേർപ്പസിനായിരിക്കണം ഈ പറയുന്ന ഈ ട്രാൻസ്ഫർ നടക്കേണ്ടത്. റിട്ടേൺ ഓഫ് ദ സെയിം ഗുഡ്സ്, ദ സെയിം ഗുഡ്സ് ഷുഡ് ബി റിട്ടേൺ. അല്ലേ, ഗോൾഡ് ഇപ്പോൾ നമ്മൾ വെച്ച ഗോൾഡിനെ കിട്ടണം, വേറെ ആരെയും ഗോൾഡ് ആണെങ്കിൽ എന്താണ് മതിയാവില്ല, എന്താണോ സാധനം വെച്ചാൽ അതേപോലെ തിരിച്ചു തരണം. ദ ഷുഡ് ബി എ കോൺട്രാക്ട് ഇൻ ബെയിൽമെൻറ്റ്, അതിനൊരു കോൺട്രാക്ട് ഉണ്ടായിരിക്കണം. ഓണർഷിപ്പ് കൃത്യമായിട്ട് ബെയിലിൻ്റെ കയ്യിൽ അല്ല ബെയിലറിൻ്റെ കയ്യിൽ തന്നെ ആയിരിക്കണം. പിന്നെ എന്താണ് ഗുഡ്സ് ഉണ്ടായിരിക്കണം അതിൻ്റെ ഇടയിൽ. ഈ പറഞ്ഞ സ്ഥലക്കച്ചവടമൊന്നും വരില്ല, ഗുഡ്സ് ആയിരിക്കണം, ഈ മൂവബിൾ പ്രോപ്പർട്ടീസ് ആയിരിക്കണം. അതാണ് ബെയിൽമെൻറ്റിൽ വരിക. അപ്പോൾ ഇതാണ് എന്ത് ഫീച്ചേഴ്സിൽ വരുന്നത്. ഇനി വാട്ട് ആർ ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് ബെയിൽമെൻറ്റ് എന്നുള്ളതാണ്. ബെയിൽമെൻറ്റിൻ്റെ വിവിധ തരം ബെയിൽമെൻറ്റ് ഉണ്ട്. ഒന്ന് 2 തരത്തിലാണ് മെയിനായിട്ട്. ഒന്ന് ഓൺ ദ ബേസിസ് ഓഫ് റിവാർഡ്. ഓക്കെ, അപ്പോൾ ഓൺ ദ ബേസിസ് ഓഫ് റിവാർഡിൽ പറയുകയാണെങ്കിൽ 2 തരം ബെയിൽമെൻ്റ് ആണുള്ളത്. ഒന്ന് ഗ്രേഷ്യസ് ബെയിൽമെൻറ്റും ഉണ്ട്, ഒന്ന് അൺഗ്രേഷ്യസ് നോൺ ഗ്രേഷ്യസ് ബെയിൽമെൻറ്റും ഉണ്ട്. ഗ്രേഷ്യസ് ബെയിൽമെൻറ്റ് എന്താണെന്ന് വെച്ചാൽ ഒരു റിവാർഡും ഇല്ലാത്ത ബെയിൽമെൻറ്റ്. ഒരു സംഗതി നമ്മൾ വെറുതെ ഒരാളെ കയ്യിൽ സൂക്ഷിക്കാൻ കൊടുക്കുക ഒരു സാധനം, അപ്പോൾ അതൊരു തരം ഗ്രേഷ്യസ് ബെയിൽമെൻ്റ് ആണ്. അതിന് റിവാർഡൊന്നും വരുന്നില്ല. നോൺ ഗ്രേഷ്യസ് എന്നാണ് റിവാർഡ് ഉണ്ടാവും അതിൽ. ഓക്കെ, നമ്മൾ എന്തെങ്കിലും റിവാർഡായിട്ട് കൊടുക്കേണ്ടി വരും. പിന്നെ ഓൺ ദ ബേസിസ് ഓഫ് ബെനിഫിറ്റ്, അപ്പോൾ ചില ബെനിഫിറ്റിൻ്റെ അടിസ്ഥാനത്തിൽ ചില ബെയിൽമെൻറ്റ് ബെയിലർക്ക് മാത്രമേ ബെനിഫിറ്റ് ഉണ്ടാവുള്ളൂ, സൂക്ഷിക്കാൻ കൊടുക്കുന്ന ആൾക്ക് മാത്രമാണ് ബെനിഫിറ്റ്, അല്ലെങ്കിൽ കൈമാറ്റം ചെയ്യുന്ന ആൾക്കായിരിക്കും ബെനിഫിറ്റ് ബെയിലർക്ക്. ചില കേസിൽ ബെയിലിക്കായിരിക്കും ബെനിഫിറ്റ് ഉണ്ടാവുക, അതായത് ആർക്കാണോ കിട്ടുന്നത് അയാൾക്ക് മാത്രം, ഇങ്ങോട്ട് സാധനം സൂക്ഷിക്കാൻ വാങ്ങുന്ന ആളുണ്ടല്ലോ അയാൾക്കായിരിക്കും ബെനിഫിറ്റ് ഉണ്ടാവുക. ചില കേസിൽ 2 പേർക്കും മ്യൂച്വൽ ബെനിഫിറ്റ് ഉണ്ടാവും എന്നുള്ളതാണ്. അപ്പോൾ 2 തരത്തിലാണ് ബെയിൽമെൻറ്റിൻ്റെ ബെനിഫിറ്റ് വരുന്നത് എന്നുള്ളതാണ്. ഇനി അത് കഴിഞ്ഞിട്ട് ഡ്യൂട്ടീസ് ആൻഡ് റൈറ്റ് ഓഫ് ബെയിലർ ആൻഡ് ബെയിലിയാണ്. ബെയിലറിൻ്റെയും ബെയിലിയുടെയും ഡ്യൂട്ടീസും അതുപോലെ അവകാശങ്ങളും എന്തൊക്കെയാണെന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ ബെയിലറുടെ ഡ്യൂട്ടി എന്താണെന്ന് വെച്ചാൽ ഡ്യൂട്ടി ടു ഡിസ്ക്ലോസ് ഫോൾട്ട് ഇൻ ഗുഡ്സ് ബെയിൽഡാണ്. അപ്പോൾ ബെയിൽ ചെയ്ത ഗുഡ്സിന് എന്താണ് എന്തെങ്കിലും ഫോൾട്ട് ഉണ്ടോ എന്നുള്ളത് നോക്കേണ്ടത് ആരുടെ ഡ്യൂട്ടിയാണ്, ബെയിലറുടെ ഡ്യൂട്ടിയാണ്. ഓക്കെ, അപ്പോൾ ഫോൾട്ട് ഉണ്ടായിട്ടും അത് മറ്റൊരാൾക്ക് കൊടുത്ത് പിന്നീട് അയാൾ തിരിച്ചു വരുമ്പോഴതിന് ഇപ്പോൾ നമുക്കറിയാലോ, പണ്ടിപ്പോൾ സൈക്കിളൊക്കെ വാടക എടുക്കണ കാലത്ത് ഒരു കൈൻഡ് ഓഫ് ബെയിൽമെൻ്റ് അല്ലേ. അപ്പോൾ തരുന്ന നേരത്തെ എന്താണ് അയാൾ പറയണം, എന്തെങ്കിലും ഫോൾട്ട് ഉണ്ടെങ്കിൽ ഇത് ഉണ്ട് കേട്ടോ എന്ന് പറയണം.
അല്ലാണ്ട് എന്തെങ്കിലും ഒരു കേടുപാട് പറ്റിയ സാധനം തന്നിട്ട് തിരിച്ചു നമ്മൾ കൊടുക്കണ നേരത്ത് അത് കേടുണ്ട്, നമ്മൾ കേട് പറ്റിയെന്ന് പറഞ്ഞതൊരു ഇല്ലീഗൽ, അല്ലെങ്കിൽ ഒരു അയാളുടെ ഭാഗത്ത് വരുന്നതാണ്, ഡ്യൂട്ടിയിൽ വരുന്ന മിസ്റ്റേക്കാണത് അല്ലേ, അല്ലെങ്കിൽ അതൊരു ഫ്രോഡ് പരിപാടിയാണ്. പിന്നെ ഡ്യൂട്ടി ടു ബെയർ എക്സ്പെൻസ്. അപ്പോൾ ഈ ഗുഡ്സുമായിട്ട് ബന്ധപ്പെട്ട ചിലവുകളൊക്കെ ഈ ബെയിലറാണ് വഹിക്കേണ്ടത്. ഗുഡ്സിൻ്റെ ശരിക്കും ഉടമ ബെയിലറാണ്. ഡ്യൂട്ടി ടു ഇൻഡെമിനിഫൈ ദ ബെയിലർ ഡ്യൂ ടു ലാക്ക് ഓഫ് ടൈറ്റിൽ ഓഫ് ഗുഡ്സ് ബെയിൽഡ്. അപ്പോൾ ഇൻഡെമിനിഫൈ ചെയ്യാനല്ലേ. അപ്പോൾ നമുക്കറിയാം ഇൻഡെമിനിഫൈഡ് കോൺട്രാക്റ്റുകൾ നമുക്കറിയാമല്ലേ. അപ്പോൾ അതുപോലെ ഗുഡ്സിനെ ഇൻഡെമിനിഫൈ ചെയ്യാനുള്ള അധികാരം ബെയിലിയിൽ നിന്ന് ഇൻഡെമിനിഫൈ ചെയ്യാനുള്ള ഡ്യൂട്ടി ആർക്കുണ്ട്? ബെയിലർക്കുണ്ട്. ഡ്യൂട്ടി ടു ഇൻഡെമിനിഫൈ ബെയിലി ഫ്രം എക്സസ് ലോസ്. അപ്പം നഷ്ടം വരികയാണെങ്കിൽ ബെയിലിക്ക് അത് നികത്താൻ ഇയാൾ സഹായിക്കണം എന്നുള്ളതാണ്. ആര്? ബെയിലർ. ഡ്യൂട്ടി ടു ബെയർ നോർമൽ റിസ്ക്. എന്തെങ്കിലും റിസ്ക് ആ ഗുഡ്സുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് വഹിക്കാനുള്ള ഉത്തരവാദിത്തം ആർക്കുണ്ട്? ബെയിലർക്കുണ്ട്. ഡ്യൂട്ടി ടു റിസീവ് ബാക്ക് ദ ഗുഡ്സ് ബെയിൽഡ്. ബെയിൽ ചെയ്ത ഗുഡ്സ് തിരിച്ച് വാങ്ങാനുള്ള അധികാരം അല്ലെങ്കിൽ ഡ്യൂട്ടിയും ആർക്കാണുള്ളത്? അത് സമയത്ത് തന്നെ പോയി തിരിച്ചു വാങ്ങണം. പിന്നെ കുറേ കാലം വെച്ചിട്ട് അത് ബെയിലിയുടെ കയ്യിൽ നഷ്ടപ്പെട്ട് പിന്നെ പറഞ്ഞ കാര്യമില്ല. അപ്പോൾ അതൊരു ഡ്യൂട്ടിയാണ്, കൃത്യസമയത്ത് പോയി തിരിച്ച് വാങ്ങുക എന്നുള്ളത്. ഇനി ഡ്യൂട്ടി ഓർ ലയബിലിറ്റി ഓഫ് ബെയിലിയാണ്. അപ്പോൾ ബെയിലിക്കും കുറേ ഡ്യൂട്ടി ഉണ്ട്. അയാൾ കിട്ടുന്ന ഗുഡ്സ് അയാൾ റീസണബിൾ കെയർ കൊടുക്കണം എന്നുള്ളതാണ്. കിട്ടുന്ന ഗുഡ്സിന് റീസണബിൾ കെയർ കൊടുക്കണം. നോട്ട് ടു മേക്ക് അൺഓതറൈസ്ഡ് യൂസ് ഓഫ് ദ ഗുഡ്സ് ബെയിൽഡ്. നമ്മൾ കിട്ടിയ ഗുഡ്സ് അൺഓതറൈസ്ഡ് ആയിട്ട് അനധികൃതമായിട്ടൊന്നും വേറെ കാര്യങ്ങൾക്ക് യൂസ് ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ്. നോട്ട് ടു സെറ്റപ്പ് എൻ അഡ്വേഴ്സ് ടൈറ്റിൽ. അത് നമ്മളതാണെന്ന് പറഞ്ഞുകൊണ്ട് നടക്കരുത്. അഡ്വേഴ്സ് ടൈറ്റിൽ ചെയ്യരുത്. ഡ്യൂട്ടി ടു റിട്ടേൺ എനി അക്രീഷൻ. എന്തെങ്കിലും ഇപ്പോൾ നമ്മൾ പറയുകയാണെങ്കിലും ഒരു ഗുഡ്സ് എന്ന് പറയുമ്പോൾ നമ്മൾ മൃഗങ്ങളെ വേണമെങ്കിൽ പറയാമല്ലോ. അപ്പോൾ അതിന് എന്തെങ്കിലും ഇപ്പോൾ മൃഗങ്ങളോ അങ്ങനെ എന്തെങ്കിലും സാധനങ്ങളൊക്കെ ആവണം നേരത്തെ. അപ്പോൾ നമ്മൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ വല്ല ആടോ അങ്ങനെ എന്തെങ്കിലും നമ്മൾ കൊണ്ടുവച്ചു, അതൊരു ഗുഡ്സായിട്ട് കണ്ടത് നമ്മൾ. അപ്പോൾ അതിൽ കുട്ടികൾ ഉണ്ടാവണം അതിന്. അപ്പോൾ അത് കൃത്യമായിട്ട് ബോധിപ്പിക്കുക വേണം. അത് ബെയിലർക്ക് തന്നെ തിരിച്ചു കൊടുക്കാനുള്ള ബാധ്യത ആർക്കുണ്ട്? ബെയിലിക്കുണ്ട്. പിന്നെ ഡ്യൂട്ടി ടു റിട്ടേൺ ദ ഗുഡ്സ് കൃത്യമായിട്ട് റിട്ടേൺ ചെയ്യേണ്ട അവകാശം. ഇനി അത് കഴിഞ്ഞിട്ട് റൈറ്റ് ഓഫ് ബെയിലറാണ്. ബെയിലറുടെ അവകാശങ്ങളാണ്. ഓക്കെ, അപ്പോൾ ബെയിലറുടെ അവകാശങ്ങൾ എൻഫോഴ്സ്മെൻറ്റ് ഓഫ് റൈറ്റ്സ് ആണ്. അതായത് അവകാശങ്ങൾ, ആ സാധനത്തിലുള്ള എൻഫോഴ്സ്മെൻറ്റ്, അതായത് നമ്മൾ ബെയിൽമെൻറ്റിന് കൊടുക്കുന്ന സാധനങ്ങൾ, താൽക്കാലികമായി കൊടുക്കുന്ന സാധനത്തിന് എൻഫോഴ്സ്മെൻറ്റിനുള്ള അധികാരം ബെയിലർക്കുണ്ട്. എന്തെങ്കിലും ഡാമേജ് മനഃപൂർവ്വം ബെയിലി വരുത്തുകയാണെങ്കിൽ അതിനുള്ള ഡാമേജ് ക്ലെയിം ചെയ്യാനുള്ള അവകാശമുണ്ട്. റൈറ്റ് ടു ടെർമിനേറ്റ് ദ കോൺട്രാക്റ്റ് നിരാകരിക്കാനുള്ള അവകാശമുണ്ട്. കുറച്ച് കാലത്തേക്കാണ് സൂക്ഷിക്കാൻ കൊടുത്തെങ്കിൽ അത് എപ്പോൾ വേണമെങ്കിൽ ബെയിലർക്ക് നിരാകരിക്കാം. റീസ്റ്റോറേഷൻ ഓഫ് ഗുഡ്സ് ലെൻഡ് ഗ്രേഷ്യസ്ലി. അതെന്താണ്? എന്തെങ്കിലും ഗ്രേഷ്യസ് ആയിട്ടാണ് ഗുഡ്സ് കുറച്ച് കാലത്തേക്ക് കൊടുത്തെങ്കിൽ അത് തിരിച്ചെടുക്കാനുള്ള അവകാശം ബെയിലർക്കുണ്ട്. റൈറ്റ് ടു ക്ലെയിം കോമ്പൻസേഷൻ. എന്തെങ്കിലും നഷ്ടം പറ്റുകയാണെങ്കിൽ കോമ്പൻസേഷൻ ക്ലെയിം ചെയ്യാനുള്ള അധികാരമുണ്ട്. റൈറ്റ് ടു ഗെറ്റ് ബാക്ക് ദ ഗുഡ്സ് ബെയിൽഡ് ഓൺ എക്സ്പിറേഷൻ ഓഫ് ടൈം. അപ്പോൾ ടൈം കഴിഞ്ഞാൽ ഗുഡ്സ് തിരിച്ച് വാങ്ങാനുള്ള അധികാരമുണ്ട്. ഓർ അക്കംപ്ലിഷ്മെൻറ്റ് ഓഫ് ദ പേർപ്പസ്. പിന്നെ ലാസ്റ്റ് ഒരു പോയിന്റ് ഇവിടെ ഉണ്ട്. ടു ക്ലെയിം ഇൻക്രീസ് ഓഫ് പ്രോഫിറ്റ് ഫ്രം ദ ഗുഡ്സ്. ഗുഡ്സ് എന്തെങ്കിലും പ്രോഫിറ്റ് കിട്ടുകയാണെങ്കിൽ അത് ക്ലെയിം ചെയ്യാനുള്ള അവകാശം ആർക്കുണ്ട്? ബെയിലർക്കുണ്ട് എന്നുള്ളതാണ്. ഓക്കെ, അത് കഴിഞ്ഞു. ബെയിലിയുടെ റൈറ്റ്സ് ആണ്. റൈറ്റ്സ് ഓഫ് ബെയിലി. അപ്പോൾ ബെയിലിക്കുള്ള റൈറ്റ്സ് എൻഫോഴ്സ്മെൻറ്റ് ഓഫ് റൈറ്റ്സ് ആണ്. അതായത് ബെയിലർക്കുള്ള മാതിരി എല്ലാ അവകാശങ്ങളും എൻഫോഴ്സ് ചെയ്യാനുള്ള അവകാശം ആർക്കുണ്ട്? ബെയിലിക്കുണ്ട്. ഡെലിവർ ദ ഗുഡ്സ് ടു എനി വൺ ഓഫ് ദ ജോയിൻറ്റ് ബെയിലേഴ്സ്. അപ്പം കൊടുക്കുന്ന ജോയിൻറ്റ് ബെയിലേഴ്സ്, ഒന്നിലധികം ആൾക്കാർ ചേർന്നിട്ടാണ് ഒരു ഗുഡ്സ് എന്നെങ്കിൽ ഏതെങ്കിലും ഒരാൾക്ക് കൊടുത്താൽ മതി. അപ്പോൾ അത് അയാളുടെ അവകാശമാണ്. ഇന്ന ആൾക്ക് തന്നെ കൊടുക്കണം എന്നൊന്നുമില്ല. റൈറ്റ് ടു ക്ലെയിം ഡാമേജസ് ആണ്. ഡാമേജ് ക്ലെയിം ചെയ്യാനുള്ള അവകാശമുണ്ട്. റൈറ്റ് ടു ബി ഇൻഡെമിനിഫൈഡ് ആണ്. നമ്മൾ നേരത്തെ കണ്ട് നഷ്ടം വരികയാണെങ്കിൽ ബെയിലറുടെ കയ്യിൽ നിന്നെങ്കിലും പൈസ കിട്ടാനുള്ള അവകാശം ബെയിലിക്കുണ്ട് എന്നുള്ളതാണ്. പിന്നെ ടു ക്ലെയിം നെസസറി എക്സ്പെൻസ് ആണ്. ചിലവുകൾ എന്തെങ്കിലും വരികയാണെങ്കിൽ അത് ക്ലെയിം ചെയ്യാനുള്ള അവകാശം ആർക്കുണ്ട്? ബെയിലിക്കുണ്ട്. പിന്നെ ടു റിക്കവർ ലോസ് ഡ്യൂ ടു ഡിഫക്റ്റീവ് ടൈറ്റിൽ ഓഫ് ദ ബെയിലർ. അപ്പോൾ ബെയിലറിൻ്റെ ഭാഗത്ത് എന്തെങ്കിലും ടൈറ്റിൽ മോശമായിട്ട് ഇയാൾക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ വരികയാണെങ്കിൽ അത് ബെയിലറിൻ്റെ കയ്യിൽ നിന്ന് ടൈറ്റിൽ ബെയിലറിൻ്റെ സാധനം ആയിരിക്കില്ല, വേറെ ആരെയും സാധനം നമുക്ക് തന്ന് അത് വല്ല മോഷണ കേസോ അങ്ങനെ എന്തെങ്കിലും ആണെങ്കിൽ നമുക്ക് നഷ്ടം വരില്ല. ചിലപ്പോൾ കോടതി കയറേണ്ടി വരും, തെളിയിക്കേണ്ടി വരും, വക്കീൽ ഫീസ് വരും അല്ലേ. അങ്ങനെയൊക്കെ വരുമ്പോൾ അത് ബെയിലറിൻ്റെ കയ്യിൽ നിന്ന് തിരിച്ച് വാങ്ങാനുള്ള അധികാരം ആർക്ക്? ബെയിലിക്കുണ്ട് എന്നുള്ളതാണ്. ടു ഫയൽ എ സൂട്ട് ടു ഡിസൈഡ് ടൈറ്റിൽ ഓഫ് ഗുഡ്സ് ബെയിൽഡ്. അപ്പോൾ ആരതാണ് കൃത്യം എന്നുള്ളതും ഒരു കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ അതിനൊക്കെ സൂട്ട് ഫയൽ ചെയ്യാൻ, അതായത് കേസ് കൊടുക്കാനുള്ള അധികാരം ബെയിലിക്കുണ്ട് എന്നുള്ളതാണ്. പിന്നെ റൈറ്റ് ഓഫ് പെർട്ടിക്കുലർ ലൈന്. പെർട്ടിക്കുലർ ലൈൻ എന്ന് വെച്ചാൽ ഒരു ഗുഡ്സിൻ്റെ മേലുള്ള അവകാശമാണ്. അപ്പോൾ നമുക്ക് ലൈനെ കുറിച്ച് പറയാനുണ്ട്. പിന്നെ ജനറൽ ലൈനുള്ള അവകാശം ആർക്കുണ്ട്? ബെയിലിക്കുണ്ട്. അപ്പോൾ ലൈൻ എന്താണെന്നുള്ളത് നമുക്ക് ഇവിടെ തന്നെ കൊടുത്തിട്ടുണ്ട്. എന്താണ് ലൈൻ എന്ന് വെച്ചാൽ
It is a right available to a person to retain that which is in his possession and which belongs to another until the demands of the person in possession are satisfied. അതായത് നമ്മളൊരു അയാൾക്ക് പൈസ കടം കൊടുത്തു, അയാൾ എന്താണ് എന്തെങ്കിലും ഈടായിട്ട് നമുക്ക് പൈസ പൊന്നോ എന്തെങ്കിലും സാധനം വാച്ചോ അല്ലെങ്കിൽ ഫോണോ ഒക്കെ തന്നിട്ടാണ് പോയത്. അപ്പോൾ അതിനൊരു കോൺട്രാക്റ്റും ഉണ്ട്. അയാൾ ആ പൈസ തിരിച്ച് നമുക്ക് തരുന്നവരെ, അതായത് കടം വീട്ടുന്നവരെ ഈ സാധനം കൈവശം വെക്കാനുള്ള അവകാശം, അതിൻ്റെ പേരാണിത് ലൈൻ എന്ന് വെച്ചാൽ ലൈൻ ഓൺ ഗുഡ്സ്. ഓക്കെ, അപ്പോൾ പെർട്ടിക്കുലർ ലൈൻ ഉണ്ടാവും, ജനറൽ ലൈനും ഉണ്ടാവും. അപ്പോൾ ചിലത് ഒരു പെർട്ടിക്കുലർ ആയിട്ടുള്ള ലൈനായിരിക്കും, അതായത് ഒരു പെർട്ടിക്കുലർ ക്ലോസോട് കൂടി ചില വകുപ്പോട് കൂടിയിട്ടുള്ള അവകാശങ്ങളായിരിക്കും, ചിലത് അങ്ങനെ ജനറൽ ആയിട്ടായിരിക്കും. അപ്പോൾ ഇത് രണ്ടും ബെയിലിക്ക് ഉണ്ട് എന്നുള്ളതാണ് നമ്മൾ നേരത്തെ ഇവിടെ കണ്ടത്. ഓക്കെ, ഇനി ടൈപ്സ് ഓഫ് ലൈൻ പെർട്ടിക്കുലർ ആൻഡ് ജനറൽ ലൈനാണുള്ളത്. അപ്പോൾ അത് നോക്കി വെക്കുക. ഒരു ഡിഫറൻസ് ബിറ്റ്വീൻ പെർട്ടിക്കുലർ ലൈൻ ആൻഡ് ജനറൽ ലൈൻ. അപ്പോൾ അതിൻ്റെ എന്താണ് ഈ ഡിഫറൻസ് തന്നെ അതിൻ്റെ മീനിങ് ആയിട്ട് നിങ്ങളൊന്ന് പഠിച്ചു വെച്ചാൽ മതി. അപ്പോൾ ഗുഡ്സിൻ്റെ ബേസിൽ പറയുകയാണെങ്കിൽ പെർട്ടിക്കുലർ ലൈൻ എന്താണ്, റൈറ്റ് ടു റീറ്റെയിൻ പെർട്ടിക്കുലർ ഗുഡ്സ് ആണ്. ഒരു പെർട്ടിക്കുലർ ഗുഡ്സ് മാത്രമേ നമുക്ക് കൈവശപ്പെടുത്താൻ പാടുള്ളൂ. മറ്റേതാണ് ജനറൽ ആകുമ്പോൾ എന്താണ് എല്ലാ തരം ഗുഡ്സും കൈവശപ്പെടുത്താം. പിന്നെ എൻടൈറ്റിൽഡ് പേഴ്സൺ ആണ് അടുത്തത്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ പറയുകയാണെങ്കിൽ പെർട്ടിക്കുലർ ലൈൻ എന്താണ് അവൈലബിൾ ടു ഓൾ ബെയിലീസ്, എല്ലാ ബെയിലീസിലും കിട്ടും. ഹൂ എക്സസൈസ് സം ലേബർ സ്കിൽ ഇൻ റെസ്പെക്ട് ഓഫ് ഗുഡ്സ് ബെയിൽ ടു ദം. അപ്പോൾ എല്ലാ ബെയിലീസിനും കിട്ടും. പിന്നെ എന്താണ് ജനറൽ ലൈൻ എന്താണ് അവൈലബിൾ ടു ബെയിലീസ് സച്ച് ആസ് ബാങ്കേഴ്സ്, ഫാക്ടേഴ്സ്, വാർ ഫിംഗേഴ്സ്, അറ്റോർണീസ്. ഇവർക്കൊക്കെ ഈ ഒരു എന്താണ് ഇത്ര ആൾക്കാർക്ക് മാത്രമേ ഹൈക്കോടതികൾക്കും അറ്റോർണീസ് ഓഫ് ഹൈക്കോടതി, പിന്നെ ഹൈക്കോർട്ട്, പിന്നെ എന്താണ് പോളിസി ബ്രോക്കേഴ്സിനൊക്കെ ജനറൽ ലൈന് അവകാശപ്പെടുത്താൻ പറ്റുള്ളൂ. പിന്നെ നേച്ചർ ഓഫ് എക്സസൈസ് ആണ്. അപ്പം അത് പെർട്ടിക്കുലർ ലൈനിൽ പറഞ്ഞത് ഓൺലി അഗെയിൻസ്റ്റ് ദ ഗുഡ്സ് ഇൻ റെസ്പെക്ട് ഓഫ് വിച്ച് ലേബർ ആൻഡ് സ്കിൽ ഹാസ് ബീൻ എക്സസൈസ്ഡ്. അപ്പോൾ എന്താണ് ഒരു പെർട്ടിക്കുലർ ഗുഡ്സിനെതിരെ മാത്രമേ പറ്റൂ. മറ്റേതാണ് എഗെയിൻസ്റ്റ് ഓൾ ഗുഡ്സ് ആണ്, എല്ലാ ഗുഡ്സിനെതിരെയും ഇത് പറ്റുന്നുള്ളതാണ്. നേച്ചർ ഓഫ് ക്ലെയിംസ് എന്താണ് ക്യാൻ ബി എക്സസൈസ്ഡ് ഓൺലി ഫോർ ദ പേയ്മെൻറ്റ് ഓഫ് ബെയിലീസ് ചാർജസ്. ബെയിലിക്ക് ഉണ്ടായ എന്തെങ്കിലും ചിലവുകൾക്ക് വേണ്ടി മാത്രമേ പെർട്ടിക്കുലർ ലൈൻ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. പക്ഷേ ജനറൽ ലൈൻ എന്താണ് ക്യാൻ ബി എക്സസൈസ്ഡ് ഫോർ ദ റിക്കവറി ഓഫ് ജനറൽ ബാലൻസ് ഓഫ് അക്കൗണ്ട്. അപ്പോൾ എന്തെങ്കിലും അതും ഒരു പൈസ എന്തെങ്കിലും കിട്ടാനുള്ളതെന്നുള്ളതാണ്, വേർഡിങ്സ് മാറിയെന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് ഡിഫറൻസ്, ഇമ്പോർട്ടൻ്റ് ആണ്, ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ലൈൻ എന്താണെന്നും ചോദിക്കാൻ ചാൻസ് ഉണ്ട്, ഇമ്പോർട്ടൻ്റ് ആണ്, പഠിച്ചു വെക്കുക. ഇനി ബെയിൽമെൻറ്റ് എങ്ങനെയൊക്കെയാണ് നിൽക്കുക എന്നുള്ളതാണ്. അപ്പോൾ ടെർമിനേഷൻ ഓഫ് ബെയിൽമെൻ്റ് ആണ്. അപ്പോൾ ബെയിൽമെൻറ്റ് ടെർമിനേറ്റ് ചെയ്യുക എങ്ങനെയൊക്കെയാണ് ഓൺ ദ എക്സ്പയറി ഓഫ് ദ പീരീഡ് ആണ്. അതിൻ്റെ സമയം കഴിഞ്ഞാൽ ബെയിൽമെൻറ്റ് എന്താണ് അവസാനിക്കുക എന്നുള്ളതാണ്. അക്കംപ്ലിഷ്മെൻറ്റ് ഓഫ് പേർപ്പസ് ആണ്. ഒരു പേർപ്പസ് അക്കംപ്ലിഷ് ചെയ്ത് കഴിഞ്ഞാൽ ബെയിൽമെൻറ്റ് അവസാനിക്കുക എന്നുള്ളതാണ്. ഇൻകൺസിസ്റ്റൻറ്റ് യൂസ് ഓഫ് ഗുഡ്സ് ആണ്. ഗുഡ്സ് നമ്മൾ വിചാരിച്ച മാതിരി ബെയിലിക്ക് ഗുഡ്സ് കൊടുത്ത് അത് നാശം ആക്കുന്ന രീതിയിലാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ എന്താണ് അത് ബെയിൽമെൻറ്റ് അവസാനിപ്പിക്കാം. ആർക്ക്? ബെയിലർക്ക്. ഡിസ്ട്രക്ഷൻ ഓഫ് ദ സബ്ജക്റ്റ് മാറ്റർ. അപ്പോൾ അതിൽ ഉദ്ദേശിച്ച കാര്യങ്ങൾ നശിപ്പിച്ചുകൊണ്ടാണ് ബെയിൽമെൻറ്റ് മുന്നോട്ട് പോകുന്നതെങ്കിൽ ആ കോൺട്രാക്റ്റ് ഇല്ലാതാക്കാം, ടെർമിനേറ്റ് ചെയ്യാം. ഓക്കെ, പിന്നെ എന്താണ് ഡിമാൻഡ് ഓഫ് ഗുഡ്സ് ബൈ ഗ്രേഷ്യസ് ബെയിലർ. അപ്പോൾ എന്താണ് ഒരു ഗ്രേഷ്യസ് ബെയിൽമെൻറ്റ് നമ്മളിപ്പോൾ എന്താണ് ഇപ്പോൾ നമ്മൾ പറയുകയാണെങ്കിൽ നമ്മുടെ എന്തെങ്കിലും പണിയായത് നമ്മളൊരാൾക്ക് വെറുതെ ഒരു കോൺട്രാക്റ്റ് വെച്ച് കൊടുത്തു, ഒരു 2 മാസത്തേക്ക് യൂസ് ചെയ്തതെന്ന് പറഞ്ഞിട്ട്, പക്ഷെ അതൊരു പൈസയൊന്നും വേണ്ട, വാടകയൊന്നും വേണ്ട എന്ന് പറഞ്ഞാൽ അതാണ് ഒരു ഗ്രേഷ്യസ് ബെയിൽമെൻറ്റ്. അപ്പോൾ എപ്പോൾ വേണമെങ്കിൽ നമുക്ക് തിരിച്ച് വാങ്ങാനുള്ള അധികാരം ഉണ്ട് എന്നുള്ളതാണ്. പിന്നെ ഡെത്ത് ഓഫ് ദ ബെയിലർ ഓർ ദ ബെയിലി ഫൈൻ. അപ്പോൾ ബെയിലറിൻ്റെയോ എന്താണ് ബെയിലിയുടെയോ ഒക്കെ എന്താണ് മരണത്തോട് കൂടിയിട്ടാണ് അല്ലെങ്കിൽ അത് ടെർമിനേറ്റ് ചെയ്യും. ഈ ഒരു പോയിന്റ് ലാസ്റ്റ് ഫൈൻഡർ ഓഫ് ലോസ്റ്റ് ഗുഡ്സ് ഉണ്ടല്ലോ, അത് ഇമ്പോർട്ടൻ്റ് അല്ലേ, അതൊന്ന് ഒഴിവാക്കാതെന്ന്. ഓക്കെ, ഫൈൻഡർ ഓഫ് ലോസ്റ്റ് ഗുഡ്സ് ആണ്, ഇത് ചോദിക്കാവുന്നതാണ്. അപ്പോൾ ഇത് അതിൻ്റെ കൂടെ വന്നെന്നുള്ളൂ, അപ്പോൾ അതിൽ നിന്ന് ഒഴിവാക്കുക. അതിന് വേറെ തന്നെ ഒരു എന്തുണ്ട് ഹെഡിങ് ഉണ്ട്. അപ്പോൾ ഈ ഫൈൻഡർക്ക് ചില ഡ്യൂട്ടീസ് ഉണ്ട് അല്ലേ. നമ്മളൊരു സാധനം നഷ്ടപ്പെട്ട് കിട്ടിക്കഴിഞ്ഞാൽ ഫൈൻഡർ ഓഫ് ലോസ്റ്റ് ഗുഡ്സ് ഒരു കൈൻഡ് ഓഫ് ബെയിൽമെൻറ്റിൻ്റെ അവസ്ഥ തന്നെയാണ് ഇതില്ലേ. വേറെ ആളുടെ സാധനം നമുക്ക് കിട്ടുകയാണ്, അപ്പോൾ അതിൽ ഡ്യൂട്ടീസ് ഉണ്ട്, അവകാശങ്ങളുണ്ട്. അപ്പോൾ ഡ്യൂട്ടി എന്താണ് കിട്ടിയ സാധനം റീസണബിൾ ആയിട്ട് കെയർ ചെയ്യുക, നശിപ്പിക്കരുത് ഒരാൾക്ക് കൊടുക്കുന്നതിന് മുൻപ്. പിന്നെ ട്രൈ ടു ഫൈൻഡ് ഔട്ട് റിയൽ ഓണർ അല്ലേ. നമ്മളെന്ത് സാധനം കിട്ടിയാലും അപ്പോൾ നമ്മൾ പ്രത്യേകിച്ചായിട്ട് ഇപ്പോൾ ഈ എല്ലാ ഭാഗത്താണെങ്കിലും ഇപ്പോൾ നമ്മളിപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ എന്താണ് ആൾക്കാർ ഒരു നല്ല ശതമാനം ആൾക്കാർ എന്താണ് അത് വളരെ സത്യസന്ധമായിട്ട് തിരിച്ചു കൊടുക്കാനും നോക്കുക. വളരെ ചെറിയൊരു ശതമാനം മാത്രമേ എന്താണ് അതിൽ എന്തെങ്കിലും കള്ളത്തരം സ്വന്തമായിട്ട് എടുക്കാൻ നോക്കുള്ളൂ. പിന്നെന്താണ് ഷുഡ് നോട്ട് യൂസ് ദ ഗുഡ്സ് ഫോർ ഹിസ് ഓൺ പേർപ്പസ്. സ്വന്തം ആവശ്യത്തിന് വേണ്ടിയിട്ട് അത് യൂസ് ചെയ്യാൻ പാടില്ല. പിന്നെന്താണ് ഷുഡ് നോട്ട് മിക്സ് ദ ഫൗണ്ട് ഗുഡ്സ് വിത്ത് ഹിസ് ഓൺ ഗുഡ്സ്. അല്ലെങ്കിൽ നമ്മുടെ സാധനമായിട്ട് അത് മിക്സ് ചെയ്ത് അല്ലെങ്കിൽ മാറ്റുക ഒന്നും പാടില്ല. പിന്നെ ഷുഡ് ഓൾസോ റിട്ടേൺ എനി അക്രീഷൻ ഓർ പ്രോഫിറ്റ് ഒക്കേർഡ് ടു ദ ഫൗണ്ട് ഗുഡ്സ്. പിന്നെ എന്താണ് ആ ഗുഡ്സിൻ്റെ കൂടെ നമുക്ക് എന്തെങ്കിലും പ്രോഫിറ്റ് അതിന് എന്തെങ്കിലും ഉണ്ടാവുകയാണെങ്കിൽ അതും എന്താണ് അതിൻ്റെ കൂടെ തിരിച്ചു കൊടുക്കണം എന്നുള്ളതാണ്. ഇയാൾക്ക് ചില റൈറ്റ് ഉണ്ട്, ഇയാൾക്കത് കൈവശം വെക്കാനുള്ള അവകാശമുണ്ട്. യഥാർത്ഥ ഓണർ വരുന്നവരെ ഈ ഫൗണ്ടർക്ക് അത് കൈവശം വെക്കാനുള്ള അവകാശമുണ്ട് എന്നുള്ളതാണ്.
പിന്നെ റിവാർഡ് ക്ലെയിം ചെയ്യാനുള്ള അവകാശം നിർബന്ധമായിട്ടുണ്ട്. കൊടുത്തു കഴിഞ്ഞാൽ എന്താണ് ഒരു പൈസ തരണം എന്നൊക്കെ പറയാനുള്ള അവകാശമുണ്ട്, പക്ഷെ ആരും ഇത് പറയാറില്ല. പിന്നെ എന്താണ് റൈറ്റ് ടു സെയിൽ ഓഫ് ഗുഡ്, റൈറ്റ് ഓഫ് സെയിൽ ഓഫ് ഗുഡ്സ്. സെയിൽ ഓഫ് ഗുഡ്സിനുള്ള അവകാശം ഉണ്ട് പറയുന്നത്, പക്ഷേ അത് എത്രമാത്രം നമുക്കത് പ്രാവർത്തികമാകാൻ പറ്റുമെന്നും അറിയില്ല. അപ്പോൾ ഇതൊക്കെയാണ് ബെയിൽമെൻറ്റിനെ കുറിച്ചുള്ള കാര്യങ്ങൾ. പിന്നെ പ്ലെഡ്ജിനെ കുറിച്ചിട്ടാണ് നമുക്ക് പറയാനുള്ളത്. പ്ലെഡ്ജ് എന്താണ്? അക്കോർഡിംഗ് ടു സെക്ഷൻ 172 ദ ബെയിൽമെൻറ്റ് ഓഫ് ഗുഡ്സ് ആസ് സെക്യൂരിറ്റി ഫോർ പേയ്മെൻറ്റ് ഓഫ് ഡെപ്റ്റ്. ഇപ്പോൾ ബെയിൽമെൻറ്റ് എന്ന് വെച്ചാൽ ജനറലായിട്ട് പറഞ്ഞതാണ്. നമ്മൾ ചിലപ്പം അത് എന്താണ് കൊടുക്കാൻ വേണ്ടി, അല്ലെങ്കിൽ നമ്മൾ ഈട് വെക്കാം കടത്തിന്, അതാവാം. അല്ലാണ്ട് വേറെ എന്തെങ്കിലും രീതിയിൽ സാധനങ്ങൾ വെറുതെ കൈമാറ്റം ചെയ്ത് കുറച്ച് കാലത്തേക്ക് വേറെ ആൾക്ക് യൂസ് ചെയ്യാൻ കൊടുക്കാം, അതൊക്കെ ബെയിൽമെൻറ്റ് വരും. ബെയിൽമെൻറ്റ് പക്ഷേ വെറും ഈടിന് വേണ്ടി മാത്രമാണെങ്കിൽ, കടം കൊടുത്ത ഈടിന് വേണ്ടി മാത്രമാണെങ്കിൽ അതിൻ്റെ പേരാണ് പ്ലെഡ്ജ് അല്ലെങ്കിൽ പോൺ എന്ന് വെച്ചാൽ PAWN. ഓക്കെ, അപ്പോൾ 172 അതിനെക്കുറിച്ച് പറയുന്നത്. The payment of goods as security for payment of debt or performance of promise is called pledge or pawn. അപ്പോൾ അതായത് രണ്ട് പാർട്ടീസാണുള്ളത്, ഒന്ന് പോണർ ആൻഡ് പ്ലെഡ്ജർ, അല്ലെങ്കിൽ പോണി ഓർ പ്ലെഡ്ജി. അപ്പോൾ ഈ സാധനം കൊണ്ട് ഈട് വെക്കുന്ന ആൾ, എന്നിട്ട് കടം വാങ്ങുന്ന ആളാണ് പോണർ. പ്ലെഡ്ജി അല്ലെങ്കിൽ പോണി ആരാണ്? ഈ സാധനം വാങ്ങി വെച്ചിട്ട് കടം കൊടുക്കുന്നോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പെർട്ടിക്കുലർ കാര്യത്തിന് വേണ്ടി ആയിരിക്കണം. അപ്പോൾ ബെയിൽമെൻറ്റ്, ഗ്രേഷ്യസ് ബെയിൽമെൻറ്റ് ഉണ്ടല്ലോ, വെറുതെ കൊടുക്കുക സാധനം, എന്താണ് വെറുതെ കൈവശം വെക്കാൻ കൊടുക്കുക, അതല്ല. പ്ലെഡ്ജ് ഒരു പെർട്ടിക്കുലർ റീസൺ അല്ലെങ്കിൽ എന്താണ് ഈ പറഞ്ഞ മാതിരി ഒരു സെക്യൂരിറ്റി ആയിട്ട് കൊടുക്കുന്നതായിരിക്കണം. ഇനി എന്താണ് പ്ലെഡ്ജിൻ്റെ എസെൻഷ്യൽസിൽ പറയുന്നത്? ഇതിലും ഡെലിവറി ഓഫ് ഗുഡ്സ് ഉണ്ടായിരിക്കണം. പിന്നെ എന്താണ് അത് സെക്യൂരിറ്റിക്ക് വേണ്ടി ആവണം, ഡെലിവറി ഓഫ് ഗുഡ്സ് ബൈ വേ ഓഫ് സെക്യൂരിറ്റി. മൂന്നാമത്തത് സെക്യൂരിറ്റി ഈസ് മെൻറ്റ് ഫോർ ദ പേയ്മെൻറ്റ് ഓഫ് എ ഡെപ്റ്റ് ഓർ പെർഫോമൻസ് ഓഫ് എ പ്രോമിസ്. നാലാമത്തത് ട്രാൻസ്ഫർ ഓഫ് പൊസഷൻ ആണ്, പൊസഷൻ നമ്മൾ ട്രാൻസ്ഫർ ചെയ്യണം. അഞ്ചാമത്തെ റിട്ടേണിംഗ് ഓഫ് ഗുഡ്സ് ആണ്, ഗുഡ്സ് കൃത്യമായിട്ട് റിട്ടേൺ ചെയ്യണം. ആറാമത്തത് മൂവബിൾ ഗുഡ്സ് ഉണ്ടായിരിക്കണം അതിൽ. ഏഴാമത്തെ എക്സിസ്റ്റിംഗ് ഗുഡ്സ്, നിലവിലുള്ള ഗുഡ്സ് ആയിരിക്കണം. എട്ടാമത്തെ എന്താണ് അവിടെ ഒരു കോൺട്രാക്റ്റ് ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. ഇനി റൈറ്റ്സ് ആൻഡ് ഡ്യൂട്ടീസ് ഓഫ് പോണർ ആൻഡ് പോണിയാണ്, അതായത് പ്ലെഡ്ജർ ആർ പ്ലെഡ്ജി. അപ്പോൾ ഈ പോണീൻ്റെ റൈറ്റ്സ് ആണ് ആദ്യം കൊടുത്തത്, അത് സാധനം വാങ്ങി വെക്കുന്ന ആളത്. അയാൾക്ക് എന്താണ് ഈ റീറ്റെയിൻ ചെയ്യാനുള്ള റൈറ്റ് ഓഫ് റീറ്റെയിനറാണ്, സാധനം കൈവശം വെക്കാനുള്ള അവകാശമുണ്ട്. റീറ്റെയിനർ ഫോർ സബ്സിക്വൻറ്റ് അഡ്വാൻസ്, അപ്പോൾ എന്താണ് അഡ്വാൻസ് കിട്ടുന്നവരെന്നാണ്, അല്ലെങ്കിൽ വീണ്ടും സാധനങ്ങളാണ് കൂടുതൽ കടം കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിനുള്ള സാധനം വീണ്ടും വാങ്ങി വെക്കാനുള്ള, സാധനം ഈടായിട്ട് വാങ്ങി വെക്കാനുള്ള അധികാരം ഇയാൾക്കുണ്ട്. പിന്നെ എക്സ്ട്രാ ഓർഡിനറി എക്സ്പെൻസ് എന്തെങ്കിലും വരികയാണെങ്കിൽ അതിനുള്ള അധികാരങ്ങളുണ്ട്. പിന്നെന്താണ് റൈറ്റ് ഇൻ കേസ് ഓഫ് ഡിഫോൾട്ട് ഓഫ് ദ പോണർ. ഇനി കടം തന്നിട്ടില്ലെങ്കിൽ അത് കൈവശം വെക്കാനുള്ള അതിനുള്ള എന്താണ് അത് ലേലം വിളിക്കാനൊക്കെ ഉള്ള അധികാരം ആർക്കുണ്ട്? ഈ പറയുന്ന പ്ലെഡ്ജി അല്ലെങ്കിൽ പോണിക്കുണ്ട്. ഇനി പോണി അല്ലെങ്കിൽ പ്ലെഡ്ജിൻ്റെ ഡ്യൂട്ടീസ് എന്തൊക്കെയാണ്? ദ പോണി ഹാസ് ടു ടേക്ക് റീസണബിൾ കെയർ ഓഫ് ദ ഗുഡ്സ് പ്ലെഡ്ജ്. അല്ലേ, നമ്മളിപ്പം ഒരു കോപ്പറേറ്റീവ് ബാങ്കിൽ പോയിട്ട് ഗോൾഡ് പണയം വെക്കുകയാണെങ്കിൽ ആ കോപ്പറേറ്റീവ് ബാങ്കിൻ്റെ എന്താണ് അവരുടെ ഡ്യൂട്ടിയാണ്, കടമയാണെന്ത് കൃത്യമായിട്ട് റീസണബിൾ കെയർ എടുക്കുക എന്നുള്ളതാണ്. ഈ ഷുഡ് നോട്ട് ഡു എനി ആക്ട് ഇൻ വയലേഷൻ ഓഫ് ദ ടേംസ് ഓഫ് കോൺട്രാക്ട് ഓഫ് പ്ലെഡ്ജ്. അപ്പോൾ ഒരു തരത്തിലുള്ള വയലേഷനും ചെയ്യാൻ പാടില്ല. ദ റിട്ടേൺ ദ ഗുഡ്സ് ടു ദ പോണർ വെൻ ദ എമൗണ്ട് ഓഫ് ഗുഡ്സ് ഹാസ് ബീൻ പെയ്ഡ് ബൈ ഹിം. അപ്പോൾ കൃത്യമായിട്ട് റിട്ടേൺ ദ ഗുഡ്സ് ടു ദ പോണർ, അതായത് കൃത്യമായിട്ട് പൈസ അടച്ചാൽ പോണർക്ക് അല്ലെങ്കിൽ പ്ലെഡ്ജർക്ക് പൈസ തിരിച്ചു കൊടുക്കാനുള്ളത് കടമ ആർക്കുണ്ട്? പോണിക്കുണ്ട്. ഡെലിവർ എനി അക്രീഷൻ ഓഫ് ടു ദ ഗുഡ്സ് പ്ലെഡ്ജ്ഡ്. അപ്പോൾ എന്തെങ്കിലും ഗുഡ്സ് പ്ലെഡ്ജ് ചെയ്തതിന് അത് കൃത്യമായി ഡെലിവർ ചെയ്യാനുള്ള കടമ ആർക്കുണ്ട്? പോണിക്കുണ്ട്. പേ ദ സർപ്ലസ് ഓഫ് ദ പ്രൊസീഡ്സ് ഓഫ് ദ സെയിൽ ഓഫ് ഗുഡ്സ് പ്ലെഡ്ജ്. എന്തെങ്കിലും സർപ്ലസ് വരികയാണെങ്കിൽ അത് പേയ്മെൻറ്റ് ചെയ്യാനുള്ള അധികാരം അല്ലെങ്കിൽ ഡ്യൂട്ടി ആർക്കുണ്ട്? പോണിക്കുണ്ട്. എന്തെങ്കിലും പൈസ അധികം കിട്ടുകയാണെങ്കിൽ അതിപ്പോൾ ലേലം വിളിച്ചിട്ട് നമ്മൾ അങ്ങനെയുള്ള ചെയ്യുക. കടം കിട്ടിയ പൈസ നമ്മളെടുക്കും, കൊടുത്ത പൈസയാണ് പൈസ എടുക്കുക, ബാക്കി പൈസ ആർക്ക് കൊടുക്കണം? ആരാണോ ഈട് കൊണ്ടുവച്ച് അയാൾക്ക് തിരിച്ചു കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതിൻ്റെ ഡ്യൂട്ടി പോണിക്കാണ്. അപ്പോൾ പോണിയാണ് ഈടായിട്ട് വാങ്ങി വെക്കുന്നതാണ്. പോണാണ് കൊണ്ടുപോയി ഈട് വെച്ച് കടം കൊണ്ടുപോകുന്ന ആൾ. അപ്പോൾ കടമായിട്ട് മാത്രം കൂട്ടിയത്, വേറെ എന്തെങ്കിലും പെർട്ടിക്കുലർ റീസണിന് വേണ്ടി നമുക്കത് ചെയ്യാമെന്നുള്ളതേ ഉള്ളൂ. പിന്നെ റൈറ്റ്സ് ഓഫ് പോണറാണ്. അപ്പോൾ ഇയാൾക്കും ചില റൈറ്റ്സ് ഉണ്ട്. ഈ പ്ലെഡ്ജർ വെക്കുന്ന ആളുണ്ടല്ലോ, പോണർ അല്ലെങ്കിൽ പ്ലെഡ്ജർ, അയാളുടെ റൈറ്റ് ആണ് റൈറ്റ് ടു ഗെറ്റ് ബാക്ക് ദ ഗുഡ്സ് പ്ലെഡ്ജ്ഡ്. അപ്പോൾ കടം തീർത്താൽ ഗുഡ്സ് തിരിച്ച് കിട്ടാനുള്ള അധികാരമുണ്ട്. റൈറ്റ് ടു റിഡീം ദ ഗുഡ്സ് തിരിച്ചു വാങ്ങാനുള്ള അധികാരമുണ്ട്. പ്രിസർവേഷൻ ആൻഡ് മെയിൻ്റനൻസ്, അത് കൃത്യമായി സൂക്ഷിക്കണം ഈ പോണി. റൈറ്റ് ഫോർ ആൻ ഓർഡിനറി ഡെപ്റ്റ്, റൈറ്റ് ഓഫ് ആൻ ഓർഡിനറി, സാധാരണ ഡെപ്റ്ററിൻ്റെ എല്ലാ അവകാശങ്ങളും അയക്കുന്നുണ്ട്. റൈറ്റ് ടു റിസീവ് എനി ഇൻക്രീസ് ഓഫ് പ്രോഫിറ്റ് ഫ്രം പ്ലെഡ്ജ്ഡ് ഗുഡ്സ്. അപ്പോൾ ആ പ്ലെഡ്ജ്ഡ് ഗുഡ്സിന് പ്രോഫിറ്റ് കിട്ടുകയാണെങ്കിൽ അത് കിട്ടാനുള്ള അവകാശം ആർക്കുണ്ട്? ഈ പ്ലെഡ്ജർക്ക് അല്ലെങ്കിൽ പോണർക്കുണ്ട്. ഇയാളുടെ ഡ്യൂട്ടി കൃത്യമായി അയാൾ ലോൺ റീപേ ചെയ്യണം. പിന്നെ ടു പേ എക്സ്ട്രാ ഓർഡിനറി എക്സ്പെൻസ് ഇൻകേർഡ് ബൈ ദ പോണിക്ക് എന്തെങ്കിലും അധികം തുക ചിലവായിട്ടുണ്ടെങ്കിൽ അത് തിരിച്ചു കൊടുക്കാനുള്ള അവകാശം ആർക്ക്, അല്ല അത് തിരിച്ചു കൊടുക്കാൻ ഡ്യൂട്ടി ആർക്കുണ്ട്? പോണർക്കുണ്ട് എന്നുള്ളതാണ്. ഇനി പ്ലെഡ്ജ് ബൈ നോൺ ഓണർ, അതായത് ഓണർ അല്ലാത്ത വ്യക്തികൾ എന്ത് ചെയ്യും? ചിലപ്പോൾ പ്ലെഡ്ജ് ചെയ്യും. അപ്പോൾ അത്തരം സിറ്റുവേഷൻസ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ മെർക്കൻറ്റൈൽ ഏജൻറ്റിന് പ്ലെഡ്ജ് ചെയ്യാനുള്ള അധികാരമുണ്ട്.
പിന്നെ സെല്ലർ ഇൻ പൊസിഷൻ ഓഫ് എ ഗുഡ്സ് ആഫ്റ്റർ സെയിൽ. അപ്പോൾ ഒരു സാധനം സെയിൽ ചെയ്തിട്ട് ആൾ വാങ്ങിക്കൊണ്ടുപോയിട്ടില്ല, അപ്പോൾ സെല്ലറിൻ്റെ കയ്യിൽ തന്നെയാണുള്ളത് എപ്പോഴും ഉള്ളത് ഗുഡ്സ് ഉള്ളത്, അയാൾക്ക് വേണമെങ്കിൽ പ്ലഡ്ജ് ചെയ്യാൻ പറ്റും. പിന്നെന്താണ് പ്ലഡ്ജ് ബൈ ബയർ ഓഫ് പൊസിഷൻ ഓഫ് ഗുഡ്സ്. ബയർ ഇൻ പൊസിഷൻ ഓഫ് ഗുഡ്സ്, ഒരാൾ സാധനം വാങ്ങിയിട്ടുണ്ട്, പൈസ കൊടുത്തിട്ടില്ല, അപ്പോൾ പൊസിഷൻ മാത്രമേ ഉള്ളൂ, ഓണർഷിപ്പ് കിട്ടിയില്ല, അയാൾക്ക് വേണമെങ്കിൽ പ്ലഡ്ജ് ചെയ്യാൻ പറ്റും. പിന്നെ എന്താണ് പ്ലഡ്ജ് ബൈ പേഴ്സൺ ഇൻ പൊസിഷൻ അണ്ടർ വോയിഡബിൾ കോൺട്രാക്ട്. അപ്പോൾ നമ്മളൊരു കോൺട്രാക്റ്റിൽ ഒരു സാധനം കിട്ടിയിട്ടുണ്ട്, പക്ഷേ കോൺട്രാക്ട് വോയിഡബിൾ ആണ്, അപ്പോൾ വേണമെങ്കിലും മറ്റേ പാർട്ടിക്ക് വേണമെങ്കിൽ വോയിഡ് ആക്കാം, അപ്പോൾ അയാൾക്ക് തിരിച്ചെടുക്കുന്ന സാധനം. പക്ഷേ അതിൻ്റെ ഇടയ്ക്ക് നിന്നാണ് നമുക്ക് വേണമെങ്കിൽ പ്ലഡ്ജ് ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനത്തെ ആൾക്കാരും പ്ലഡ്ജ് ചെയ്യുന്നുള്ളതാണ്, പറ്റും എന്നുള്ളതാണ്. അപ്പോൾ അതിന് നിയമസാധ്യത എന്താണ് ഉണ്ടാകുമോ എന്നുള്ളത് അറിയില്ല. പ്ലഡ്ജ് ബൈ കോ ഓണേഴ്സ് ഓഫ് പൊസിഷൻ, ഒന്നിലധികം ഓണേഴ്സിൻ്റെ ഒരാൾക്ക് വേണമെങ്കിൽ പ്ലഡ്ജ് ചെയ്യാൻ പറ്റും, അപ്പോൾ അതും എന്താണ് വോയിഡബിളായി തീരും. പ്ലഡ്ജ് ബൈ പേഴ്സൺ ഹാവിങ് ലിമിറ്റഡ് ഇൻട്രസ്റ്റ്, ഒരു സാധനത്തിൽ കുറച്ച് ഇൻട്രസ്റ്റ് ഉള്ള ഒരാൾക്ക് എന്താണ് അയാൾക്കും വേണമെങ്കിൽ എന്താണ് ഇത് വേണമെങ്കിൽ പ്ലഡ്ജ് ചെയ്യാന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് ഈ ഒരു ചാപ്റ്ററിൽ മെയിനായിട്ട് പറയാനുള്ളത്. ബെയിൽമെൻറ്റ് ആൻഡ് പ്ലഡ്ജാണ്. ഓക്കെ, ഈസി ആയൊരു ചാപ്റ്ററാണ്. അപ്പോൾ മെയിനായിട്ടുള്ള പോയിന്റ്സ് മാത്രമേ ഇതിൽ നമ്മൾ ഉൾക്കൊള്ളിച്ചിട്ടുള്ളൂ. ഓക്കെ, അപ്പോൾ അത് നന്നായിട്ടൊന്ന് എന്താ ചെയ്യുക, വായിച്ചു നോക്കുക. ഞാനെന്താണ് ഈ ഒരു നോട്ട് ഞാൻ കൃത്യമായിട്ട് നിങ്ങളുടെ ഫോൾഡറിൽ അപ്ഡേറ്റ് ചെയ്യാം കേട്ടോ.